Chapter 5 LibreOffice Calc. Lesson objectives: get familiar with spreadsheets, learn to edit the cell contents, learn to save spreadsheet. ചാപ്റ്റർ 5 ലിബ്രെ ഓഫീസിൻ്റെ കാൽക്ക് എന്ന ആപ്ലിക്കേഷനാണ് പരിചയപ്പെടാൻ പോണത്. ഗെറ്റ് ഫെമിലിയർ വിത്ത് സ്പ്രെഡ്ഷീറ്റ്. നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് എന്താ എന്നുള്ളത് പരിചയപ്പെടുകയാണ്. ലേൺ ടു എഡിറ്റ് ദ സെൽ കണ്ടൻസ്. ഒരുപാട് സെല്ലുകൾ അടങ്ങിയതാണ് ഒരു സ്പ്രെഡ്ഷീറ്റ്. സെല്ലിലുള്ള ഡാറ്റ അല്ലെങ്കിൽ സെല്ലിലുള്ള കണ്ടൻറ്റിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നും, ലേൺ ടു സേവ് സ്പ്രെഡ്ഷീറ്റ്, എങ്ങനെയാണ് ഒരു സ്പ്രെഡ്ഷീറ്റ് സേവ് ചെയ്യുക എന്നാണ് ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. You have seen a list of items in tabular form several times. For example, the annual report card you received from the school, monthly budget created at home, etc. These tables with rows and columns are called spreadsheet. പലപ്പോഴായി നിങ്ങൾ ടാബുലർ ഫോമിലുള്ള ലിസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന് സ്കൂളിൽ നിന്നുള്ള ആനുവൽ റിപ്പോർട്ടോ അതല്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കുന്ന ബഡ്ജറ്റ് റിപ്പോർട്ടോ, ഇത്തരം റോസും കോളംസും ഒക്കെ ഉള്ള ടേബിളുകളെയാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് വിളിക്കുന്നത്. Spreadsheets is defined as a large sheet which contains data and information arranged in rows and columns. It is also known as a worksheet. It is a rectangular table of information and organization. Quite useful in entering, editing, analyzing and storing data. Arithmetic operations with numerical data such as addition, subtraction, multiplication and division can be done easily in it. It is used to process numbers. റോസിലും കോളത്തിലും, അതായത് വരിയിലും നിരയിലുമായിട്ട് ഡാറ്റകൾ അറേഞ്ച് ചെയ്ത ഒരു വലിയൊരു ഷീറ്റിനെയാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് റെക്റ്റാങ്കുലറിൽ നമ്മൾ ടേബിൾ അല്ലെങ്കിൽ ഒരു ഗ്രിഡ് രൂപത്തിലോ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇത് സ്ഥാപനത്തിലെ സാമ്പത്തിക വിവരങ്ങളാണ് സാധാരണ അനലൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ എഡിറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ അരിത്മാറ്റിക് ഓപ്പറേഷനുകളായിട്ടുള്ള ആഡീഷൻ, സബ്സ്ട്രാക്ഷൻ, കൂട്ടാൻ, കുറക്കാൻ, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കിത് നമ്പേഴ്സ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. Spreadsheets are useful in various fields such as business, education, etc. They are used by engineers and scientists for performing complex calculations. സ്പ്രെഡ്ഷീറ്റുകൾ ബിസിനസ്സിലും എഡ്യൂക്കേഷൻ രംഗത്തും വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സയൻറ്റിസ്റ്റുകളും എഞ്ചിനീയർമാരും കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നു. You can create spreadsheets on a computer. You just need the particular software or program for it. A computer spreadsheet is also known as electronic spreadsheet. It performs large calculations in very fast and easy manner. It saves our time and increases the accuracy of our calculations. സ്പ്രെഡ്ഷീറ്റ് നമുക്ക് കമ്പ്യൂട്ടറിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ആവശ്യമാണ്. നമ്മൾ ഈ കമ്പ്യൂട്ടറിലുള്ള സ്പ്രെഡ്ഷീറ്റിനെ നമുക്ക് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് എന്നും പറയാറുണ്ട്. നമുക്ക് ഇതിൽ വളരെ ഈസി ആയിട്ടും വേഗത്തിലും വലിയ കാൽക്കുലേഷൻസ് ഒക്കെ നടത്താൻ സാധിക്കുന്നു. നമ്മുടെ കാൽക്കുലേഷൻ്റെ കൃത്യത അല്ലെങ്കിൽ ആക്യുറസി ഇൻക്രീസ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട്. There are many software available nowadays to create spreadsheets in a computer. For example, Lotus 123, Microsoft Excel, OpenOffice Calc, LibreOffice Calc and etc. Here you will be going to learn about LibreOffice Calc. ഇന്ന് സ്പ്രെഡ്ഷീറ്റിൻ്റെ ധാരാളം സോഫ്റ്റ്വെയർ ലഭ്യമാണ്. എക്സാമ്പിളിന് ലോട്ടസ് 123, മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ, ഓപ്പൺ ഓഫീസിൻ്റെ കാൽക്ക്, ലിബ്രെ ഓഫീസ് കാൽക്ക് തുടങ്ങിയവ.
നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ലിബ്രെ ഓഫീസിൻ്റെ കാൽക്ക് എന്ന ആപ്ലിക്കേഷനാണ്. അതായത് ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനാണ്. ഡു യു നോ ദ വേർഡ് സ്പ്രെഡ്ഷീറ്റ് കെയിം ഫ്രം എ സ്പ്രെഡ് ഇൻ ഇറ്റ് സെൻസ് ഓഫ് എ ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ ഐറ്റം ദാറ്റ് കവേഴ്സ് 2 facing pages extending across the centerfold and treating the 2 pages as a single large page. സ്പ്രെഡ്ഷീറ്റ് എന്ന വാക്ക് വന്നത് ന്യൂസ് പേപ്പറോ അതല്ലെങ്കിൽ മാഗസീനോ നമ്മൾ ഓപ്പൺ ആക്കി പിടിക്കുകയാണെങ്കിൽ നമുക്ക് അഭിമുഖമായിട്ട് 2 ഫേസിങ് പേജസ് ആണ് ഉള്ളത്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ഒരു സിംഗിൾ പേജാണ്. നമുക്ക് സെൻറ്ററിൽ ഒരു ഫോൾഡ് വന്നിട്ടാണ് ആ സിംഗിൾ പേജിനെ 2 ഫേസിങ് പേജാക്കി മാറ്റുന്നത്. ഈ ഒരു സെൻസിലാണ് സ്പ്രെഡ്ഷീറ്റ് എന്നൊരു പദം വന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫീച്ചേഴ്സ് ഓഫ് ലിബ്രെ ഓഫീസ് കാൽക്ക്. ഫങ്ഷൻസ് ആൻഡ് ഫോർമുലാസ്. Functions are the built-in formulas used for calculating percentage, interest, average, etc. In LibreOffice Calc, formulas are mainly used for performing simple and complex calculations. ഈ LibreOffice കാൽക്കിൽ നമുക്ക് ഫങ്ഷൻസും ഫോർമുലകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസുകളുണ്ട്, അതുപോലെ ഫോർമുലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റ്, ആവറേജ് തുടങ്ങിയൊക്കെ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫങ്ഷനുകൾ അവൈലബിൾ ആണ്. സിമ്പിളായിട്ടുള്ളതും കോംപ്ലക്സ് ആയിട്ടുള്ളതുമായിട്ടുള്ള കാൽക്കുലേഷൻസിന് നമുക്ക് ഫോർമുലകളും ഉപയോഗിക്കാവുന്നതാണ്. ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ് ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് ഡാറ്റ. അതുകൂടാതെ ലിബ്രെ ഓഫീസ് കാൽക്കിലുള്ള ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ്, അതായത് നമ്മുടെ ടേബിളിന് ആകർഷണീയമാക്കാൻ വേണ്ടിയിട്ട് അക്ഷരങ്ങൾക്ക് കളറോ ഫിൽ ചെയ്യാനുള്ള എഫക്റ്റുകളോ ഇങ്ങനെയുള്ള ഫോർമാറ്റിങ്ങൊക്കെ അസൈൻ ചെയ്യാനും അപ്പിയറൻസ് വളരെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ദ ഡാറ്റ ഈസ് ഓട്ടോമാറ്റിക്കലി റീകാൽക്കുലേറ്റഡ് ഇൻ ദ എൻറ്റയർ ഷീറ്റ് ഇഫ് എനി ചേഞ്ച് ഈസ് മെയ്ഡ് ഇൻ എ സിംഗിൾ സെൽ. ലിബ്രെ ഓഫീസ് റൈറ്ററിൽ നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു സെല്ലിലുള്ള ഡാറ്റയ്ക്ക് മാറ്റം വന്നാൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡാറ്റകളും ഒക്കെ ഓട്ടോമാറ്റിക്കായി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. ഡാറ്റ ക്യാൻ ബി ക്വിക്കലി സെർച്ച്ഡ് ആൻഡ് റീപ്ലേസ്ഡ്. നമുക്ക് ഡാറ്റകളെ വളരെ പെട്ടെന്ന് കണ്ടെത്താനും ഫൈൻഡ് ചെയ്യാനും അതല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. ഡാറ്റ ക്യാൻ ബി എൻറ്റേർഡ് ഇൻ സീരീസ് യൂസിങ് ഓട്ടോഫിൽ ഫീച്ചർ. ഓട്ടോഫിൽ എന്ന ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റനെ സീരീസ് ആയിട്ട് വളരെ വേഗം എൻ്റർ ചെയ്യാൻ സാധിക്കും. ഡാറ്റ ക്യാൻ ബി വ്യൂഡ് ഇൻ ഗ്രാഫിക്കൽ ഫോം ആസ് ചാർട്ട്സ് വിച്ച് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ്, അനലൈസ് ആൻഡ് കമ്പയർ ഡാറ്റ ഇൻ ആൻ എഫക്റ്റീവ് മാനർ. നമുക്ക് ഡാറ്റയുടെ ഗ്രാഫിക്കൽ ഫോം ആയിട്ടുള്ള ചാർട്ട് ഒക്കെ തയ്യാറാക്കാൻ ലിബ്രെ ഓഫീസ് കാൽക്ക് ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ അനലൈസ് ചെയ്യാനും വിവിധ ഡാറ്റകളെ കമ്പയർ ചെയ്ത് മനസ്സിലാക്കാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്റ്റാർട്ടിംഗ് ലിബ്രെ ഓഫീസ് കാൽക്ക്. ടു സ്റ്റാർട്ട് ലിബ്രെ ഓഫീസ് കാൽക്ക്, ഫോളോ ദ ഗിവൻ സ്റ്റെപ്സ്. സ്റ്റെപ്പ് 1, ക്ലിക്ക് ഓൺ ഡാഷ് ഐക്കൺ, then dash home appears. Step 2, type calc in the search bar. The LibreOffice calc icon appears. Step 3, click on calc icon to open it. Now the LibreOffice calc screen appears with a blank sheet. നമുക്ക് LibreOffice calc എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. Next, formula bar. The formula bar is made up of 2 parts, name box and formula box. This is name box. This is formula box. നമുക്ക് ഫോർമുല ബാറിനെ 2 പാർട്ടുകളായി തരംതിരിക്കാം. ഒന്ന് നെയിം ബോക്സും മറ്റൊന്ന് ഫോർമുല ബോക്സുമാണ്. Do you know
icon in formula bar allows you to search through the list of available functions. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷനുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐക്കൺ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതൊക്കെ ഫംഗ്ഷനുകൾ അവൈലബിൾ ആണ് എന്നുള്ള ലിസ്റ്റ് കാണാവുന്നതാണ്. നെക്സ്റ്റ്, ഷീറ്റ് ടാബ്. The name of the worksheet appears on the sheet tab. The active sheet name is displayed in bold letters. You can move from one sheet to another by clicking on its tab. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലിബ്രോഫീസ് കാൽക്കിൽ ഒരു പേജല്ല, ഒരു ഷീറ്റാണ് എന്ന്. അതുപോലെ ഒരുപാട് ഷീറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഷീറ്റ് ഡിഫോൾട്ടായിട്ട് നമുക്ക് താഴെ എത്ര ഷീറ്റ് ഉണ്ടെന്ന് കാണാം. കൂടുതൽ ഷീറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന ഷീറ്റായിരിക്കും അതിലുള്ള പേര് ബോൾഡായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. അതിൽ ഷീറ്റ് 1 എന്ന് എഴുതിയ ആ ഒരു പേര് ബോൾഡായി കാണാം. നമുക്ക് ഷീറ്റിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാവുന്നതാണ്, എങ്കിലും ഒരു ഷീറ്റിന് കൊടുത്ത പേര് അടുത്ത ഷീറ്റിന് കൊടുക്കാൻ സാധിക്കുന്നതല്ല. വർക്ക് ഷീറ്റ്. എ സ്പ്രെഡ്ഷീറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് മെനി വർക്ക് ഷീറ്റ്. ദ ഡിഫോൾട്ട് നെയിം ഓഫ് വർക്ക് ഷീറ്റ് ഈസ് ഷീറ്റ് 1, ഷീറ്റ് 2 ആൻഡ് സോ ഓൺ. യു ക്യാൻ റിനെയിം them as you want. Worksheet is made up of columns and rows. Let's learn the part of a worksheet. അപ്പോൾ ഒരു സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്ക് ഷീറ്റുകൾ ചേർന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക് ഷീറ്റുകളാണ് ഷീറ്റ് 1, ഷീറ്റ് 2 എന്ന് പറയാം. വർക്ക് ഷീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരുപാട് കോളംസും റോസും ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. കോളം. എ കോളം ഈസ് എ vertical series of cells. There are 1024 columns in a worksheet. The column heading displays letters which represents each column. Some examples are A, B, C to Z, AA, AB, AC to AMJ, etc. കോളം എന്ന് പറയുന്നത് സെല്ലിൻ്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള സീരീസ് ആണ്. അതായത് A, B, C, D ഇങ്ങനെ പോണ്. അപ്പോൾ അങ്ങനെ ABCD പോയി കഴിഞ്ഞാൽ അവസാനം Z വരും. Z കഴിഞ്ഞാൽ അവസാനിക്കുന്നില്ല, വീണ്ടും അടുത്ത സീരീസ് തുടങ്ങുകയാണ്. അതായത് AA, AB, AC അങ്ങനെ പോകും. നെക്സ്റ്റ്, റോ. എ റോ മീൻസ് എ ഹൊറിസോണ്ടൽ സീരീസ് ഓഫ് സെൽസ്. ദ റോ ഹെഡിങ് ഡിസ്പ്ലേ നമ്പേഴ്സ് വിച്ച് റെപ്രസെൻറ്റ് ഈച്ച് റോ. സം എക്സാമ്പിൾസ് ആർ 1, 2, 3, 4 etc. There are 1,048,576 rows in each worksheet. റോ എന്ന് പറഞ്ഞത് സ്പ്രെഡ്ഷീറ്റിലുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സെല്ലുകളുടെ സീരീസ് ആണ്. റോൻ്റെ ഹെഡിങ് ആയിട്ട് നമ്പേഴ്സ് ആണ് വരിക. എക്സാമ്പിളിന് 1, 2, 3, 4 etc. ഇങ്ങനെ 10,48,576 റോ ആണ് ഓരോ വർക്ക് ഷീറ്റിലും ഉണ്ടാവുക. നെക്സ്റ്റ്, സെൽസ്. സെൽസ് ആർ ദ ബോക്സസ് ക്രിയേറ്റഡ് ബൈ ദ intersection of rows and columns. Number, text or formula are entered in these cells. Each cell has its own address for reference. The address consists of a column letter followed by the row number. അടുത്തത് സെല്ലുകൾ എന്താണ് എന്നതാണ്. റോസ് ആൻഡ് കോളം ഇന്റർസെക്ഷൻ ആണ്, കൂടിച്ചേരുന്ന ആ ഒരു ഭാഗമാണ് ഒരു സെല്ല്. അതുകൊണ്ട് തന്നെ ഓരോ സെല്ലിനും ഒരു അഡ്രസ് ഉണ്ടാവും. അതായത് കോളത്തിൻ്റെ പേരും റോൻ്റെ പേരും കൂടി ചേർന്നതായിരിക്കും ആ അഡ്രസ്സ്. നമുക്ക് ഈ സെല്ലുകളിൽ നമ്പറോ ടെക്സ്റ്റോ ഫോർമുലകളോ ഒക്കെ എൻ്റർ ചെയ്യാവുന്നതാണ്.